വിയറ്റ്നാമീസ് അമേരിക്കൻ എഴുത്തുകാരൻ ഓഷൻ വോങ്ങിൻ്റെ പുസ്തകമാണ് ഓൺ എർത്ത് വി ആർ ബ്രീഫ്ലി ഗോർജിയസ്. ഈ ഭൂമിയിൽ ഒരിടവേളയ്ക്കെങ്കിലും നമ്മളെല്ലാവരും സുന്ദരി സുന്ദരന്മാരാണ്. ഓഷൻ വോങ്ങിനെ പറ്റിയിട്ട് ഞാൻ ആദ്യം കേൾക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു ഇൻ്റർവ്യൂ റേഡിയോയിൽ കേൾക്കുകയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. വളരെ രസകരമായി ഇദ്ദേഹം സംസാരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ പുതിയ പുസ്തകം ദ എംപറർ ഓഫ് ഗ്ലാഡ്നെസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു പുസ്തകം 2025 ഇറങ്ങിയിട്ടുണ്ട്. അതിനെക്കുറിച്ച് സംസാരിക്കുക. അപ്പോഴാണ് ഇങ്ങനെ നേരത്തെ എഴുതിയിട്ടുണ്ട്, കവിയാണ്, കവിത എഴുതിയിട്ട് കവിതയുടെ പുസ്തകം എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പുസ്തകം ഒരു കവിത പോലെ സുന്ദരമാണെന്നുള്ളതാണ്. പുസ്തകം ഒരു ലെറ്റർ മാതിരിയാണ്, ഒരു കത്ത് മാതിരിയാണ്. അതായത് ഒരു മകൻ ഒരമ്മയ്ക്ക് കത്ത് എഴുതാണ്. അമ്മ അക്ഷരാഭ്യാസമല്ല, അമ്മ ഒരിക്കലും കത്തുകൾ വായിക്കില്ല. അപ്പോൾ ആ കത്തുകളിൽ പലതും ഒരമ്മയോട് നേരിട്ട് പറയാൻ പറ്റാത്ത പല കാര്യങ്ങളും ആ കത്ത് ത്രൂ പറയുന്നുണ്ട്. ഞാൻ അതുകൊണ്ടാണ് ഇത് വളരെ രസകരമായിട്ടുള്ളൊരു പുസ്തകമായിട്ട് എനിക്ക് തോന്നിയത്. കാരണം അമ്മ ഒരിക്കലും വായിക്കില്ല, മകൻ്റെ ജീവിതത്തിൽ കുറേ കാര്യങ്ങൾ നടക്കുന്നുണ്ട്, മകൻ കത്തുകൾ എഴുതുന്നു. അമ്മയെ ഓരോ കാര്യങ്ങൾ, ഓർമ്മകൾ, ചിന്തകൾ, ഫ്യൂച്ചർ, ജീവിതത്തിൽ അമ്മ അറിയാതെ പോയ ചില കാര്യങ്ങൾ മനസ്സിൽ വന്നിട്ടുള്ളത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എഴുതുന്നു ഒരു ലെറ്ററിൻ്റെ ഇതിലാണ്. അതിൽ അമ്മ മകനെ ലിറ്റിൽ ഡോഗ് എന്നാണ് വിളിക്കുക, ചെറിയ കനയുണ്ട്. അപ്പോൾ അമ്മ, അമ്മൂമ്മ ഇവരൊക്കെ കഥാപാത്രങ്ങളാവുന്നുണ്ട്. ഇതിൽ ലിറ്റിൽ ഡോഗ് എന്ന് പറഞ്ഞിട്ടുള്ള ക്യാരക്ടർ ഈ കത്തെഴുതുന്ന മകൻ ഓഷൻ വോങ്ങുമായിട്ട് ലൈഫുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള രീതിയിലാണ് അത് എഴുതിയിട്ടുള്ളത്. സോ സംടൈംസ് യു മൈറ്റ് ഫീൽ ഓഷൻ വോങ് തന്നെയാണോ ഇതിലെ ക്യാരക്ടർ എന്നുള്ളത്. ഇതിൽ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ലൈനുണ്ട്. ആ ലൈൻ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, വാട്ട് എൽസ് ഇസ് എ കൺട്രി ബട്ട് എ ലൈഫ് സെൻറ്റൻസ്. രാജ്യമെന്ന് പറയുന്നത് എന്താണ്, ഒരു ജീവപര്യന്തമല്ലേ എന്നുള്ളത്. അങ്ങനെ ഈ പുസ്തകത്തിൽ കൂടെ നമ്മൾ വായിക്കുമ്പോൾ ചിലപ്പോൾ വിചാരിക്കും ഇതൊരു പ്രോസ് അല്ല, ഇതൊരു പോയട്രി, കവിതയാവേണ്ടതാണ് എന്ന് തോന്നും. അത്രയും രസകരമായിട്ട് എനിക്ക് അനുഭവപ്പെട്ടൊരു പുസ്തകമാണ്. ചാൻസ് കിട്ടുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും വായിക്കണം ഓഷൻ വോങ്ങിൻ്റെ പുസ്തകം. ഞാൻ ഇന്നലെയാണ് ലൈബ്രറിയിൽ നിന്ന് എനിക്ക് അദ്ദേഹത്തിൻ്റെ ലേറ്റസ്റ്റ് പുസ്തകം കിട്ടിയത്. ഐ ടോക്ക് അബൌട്ട് ഇറ്റ് വെൻ ഐ ഫിനിഷ് റീഡിങ് ദാറ്റ്.